കൊല്ലം പുനലൂരിൽ കോടതിയായി പ്രവർത്തിച്ച കെട്ടിടം ഇന്ന് തെരുവു നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമാണ്. നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് സ്വന്തമായുള്ള ബഹുനില മന്ദിരം കാടുകയറി ഇങ്ങനെ നശിക്കുന്നത്. പുനലൂർ സിവിൽ സ്റ്റേഷനോട് ചേർന്നുള്ള ഇരുനില കെട്ടിടം പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, വനം കോടതി എന്നിവ പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിലാണ്. പുനലൂരിൽ വിവിധയിടങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോടതി സമുച്ചയങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കെ രാജു വനം മന്ത്രിയായിരുന്നപ്പോഴാണ് പ്രത്യേക ഫണ്ട് അനുവദിച്ച് ചമ്മന്തൂരിലേക്ക് മാറ്റിയത്. 4 വർഷമായി കോടതി പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടത്തിന്റെ സ്ഥിതി ഇതാണ്. ഇരുട്ട് വീണാൽ മദ്യപന്മാരും സാമൂഹ്യ വിരുദ്ധരും ഇവിടെ തമ്പടിക്കുന്നതും പതിവാണ്. കെട്ടിടം പൂർണ്ണമായും കാട് കയറി ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞ് നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താമസ സ്ഥലമായി അത് മാറിയിരിക്കുകയാണ്. അടിയന്തരമായി നിയമവകുപ്പിന്റെ അധീനതയിലുള്ള ഈ കെട്ടിടം ഏറ്റെടുത്ത് ഇവിടെ ഏതെങ്കിലും വാടക കെട്ടിടത്തിൽ, ഈ പുനലൂരിനെ സംബന്ധിച്ച് നിരവധി ഓഫീസുകൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പുനലൂരിലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വാടക കെട്ടിടത്തിൽ ഇടുങ്ങിയ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഓഫീസുകൾ അവിടേക്ക് മാറ്റി സ്ഥാപിച്ചാൽ ആ കെട്ടിടത്തെ സംരക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയും സർക്കാരും ഇടപെട്ടുകൊണ്ട് ഈ നിയമവകുപ്പിന്റെ അധീനതയിലുള്ള ഈ കെട്ടിടം ഏറ്റെടുത്ത് ഏതെങ്കിലും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 2-3 ഓഫീസുകൾ ചേർത്ത് അവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ കാട് വളർന്നു നിൽക്കുന്നത്. നഗരസഭയോ MLAയോ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നവീകരിച്ച് ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിന് പ്രവർത്തിക്കുവാൻ നൽകിയാൽ കെട്ടിടം നശിക്കാതെ സംരക്ഷിക്കാനാകും. ന്യൂസ് 18 പുനലൂർ.